എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ പകൽ ഉറപ്പ നാം ഇത്രത്തോളം കൊണ്ടുവന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ. അവൻ മറ്റു മനുഷ്യർക്ക് ഈ ഉറപ്പല്ല നമ്മെ കൊണ്ടുവന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളൊരു ഉറപ്പാണ്. ഈ പകൽ ആ പ്രത്യാശയോടെ എത്ര പേരുണ്ട്? അവൻ ഞാൻ ജീവിക്കുന്നത്, അവൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വചനം ഉള്ളത് കൊണ്ട് അവൻ ദിനത്തോറും ഞാൻ നിന്നു പോകുന്നത്, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അവൻ പ്രതിസന്ധികൾ വന്നപ്പോൾ പിടിച്ചു നിൽപ്പാൻ അവന്റെ വചനം, അവന്റെ സ്നേഹം, അവന്റെ ശക്തി, അവന്റെ നാമം എനിക്ക് വെളിപ്പെട്ടിരിക്കാൻ പറയുകയും അമ്മ ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല. പെറ്റ അമ്മ നിന്നെ മറന്നു പോകാം. സാഹചര്യങ്ങൾ ഒരുപക്ഷേ നിനക്ക് പ്രതികൂലമാകാം. പക്ഷേ ലോകം കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പ്രതീക്ഷയെ അർപ്പിച്ചവർ മുഖം തിരിഞ്ഞു നിൽക്കാം, അവർ ചെവി പൊത്തുന്നിരിക്കാം, അവരിൽ നിന്ന് ഒരു പ്രതീക്ഷയ്ക്കും വൈകാതിരിക്കാം. പക്ഷേ വാക്ക് പറഞ്ഞൊരു മാറുകയില്ല. ആകാശവും ഭൂമി മാറിപ്പോയാലും അവന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പകൽ നാം കടന്നു വന്നിരിക്കുന്നത് അവൻ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കടന്നു വന്നിരിക്കുന്ന ഒരു ഇടം എന്നുള്ളത് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവന്റെ മുമ്പില, അവൻ പാസ്റ്ററുടെ മുമ്പിലല്ല, വിശ്വാസിയുടെ മുമ്പിലല്ല, മറിച്ച് ഈ പകൽ നമുക്ക് വേണ്ടി തന്റെ തുള്ളി രക്തം, അവസാന തുള്ളി രക്തം ഊറ്റി നൽകി ഇതാ സർവ്വതും നിവർത്തിയായി എന്ന് പറഞ്ഞവൻ ഈ പകൽ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഈ പകൽ കർത്താവിന് പറയുവാനുണ്ട്, ഇതാ ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി സകലതും നിവർത്തിയായി. നിവൃത്തിയാകാതെ ഇരുന്നിട്ടില്ല കേട്ടോ. ഈ പകൽ അതൊന്ന് പ്രാപിച്ചെടുത്താൽ മതി. നിവൃത്തിയായത് വിശ്വാസത്തോടെ പ്രാപിച്ചാൽ മതി. നിന്റെ രോഗത്തിനുള്ള കാലുകളുടെ ക്രൂശിനെ നിവൃത്തിയായിട്ടുണ്ട്. അവൻ നിന്റെ ഭൗതിക വിഷയങ്ങൾക്ക് ആവശ്യമുള്ളത് കാലുകളുടെ ക്രൂശിനെ നിവൃത്തിയായിട്ടുണ്ട്. അവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയത്, അവൻ സ്തോത്രത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയത്, അവൻ നിന്നെ ഏൽപ്പിച്ച ദൈവിക ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയുള്ളത് സകലതും ക്രൂശിനെ നിവൃത്തിയായിട്ടുണ്ട്. അവന്റെ രക്തം അമരാതിൽ ക്രൂശിനെ ഒഴുകിയപ്പോൾ ഒന്നും നിവൃത്തിയാകാതിരുന്നിട്ടില്ല. എല്ലാവരും പൂർത്തീകരണം വരുവാനിടയായെങ്കിൽ ഈ പകൽ അമരാതിൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പലടയാകട്ടെ. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട തകർക്കപ്പെട്ട ആ ശരീരത്തെ ഒന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. ആമേൻ. തകർക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ധാരധാരയെ ഒഴുകുന്ന നിസ്തുല്യ രക്തം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെ മാത്രം കഴുകുകയല്ല, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുകയാണ്. ആമേൻ. ഈ പകൽ നീ അനുഭവിക്കുന്ന വേദനകൾ അതിന്റെ മഹത്വമോ വലുപ്പമോ സ്വർഗം ചോദിക്കുന്നില്ല. ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ പകൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആമേൻ. ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. സ്തോത്രം. 38 വർഷമായി ആമേൻ തളർവാദം പിടിച്ചു കിടക്കുന്ന നിന്റെ ബാക്ക്ഗ്രൗണ്ടോ ആമേൻ